رب ارحمنا بشفاعته رب ارحمنا بشفاعته قولوا صلى الله عليه. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ഒരു വിഷയമല്ല. കാരണം ശാഖാപരമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും പറയണമെങ്കിൽ കുറേ സമയമെടുക്കും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒഴിവായതായിട്ട് ചില ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് മാത്രം പരാമർശിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ പോലും ഈ രീതിയിൽ വരുന്നതാണ്. നമസ്കാരത്തിന് ശേഷമുള്ള ദുആൻ്റെ വിഷയം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ സംസാരിക്കാം. അതിന് കുറേ സമയം വേണം. ചുരുക്കി പറയാണ്, നബിതങ്ങളുടെ രീതി പരിശോധിച്ചാൽ നബിതങ്ങൾ സ്ഥിരമായിട്ട് കൈ പൊന്തിച്ചിട്ട് ഒറ്റക്ക് ദുആ ചെയ്തതെന്ന് പോലും തെളിയിക്കാൻ പ്രയാസമാണ്. നമസ്കാരത്തിന് ശേഷം ദുആ ഉണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദുആയുടെ മര്യാദകളിൽ കൈ പൊന്തിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമസ്കാരത്തിന് ശേഷം കൈ പൊന്തിച്ചുകൊണ്ട് ഒറ്റക്ക് ദുആ ചെയ്യാം എന്ന് മനസ്സിലാകും. അപ്പം സാധാരണ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ട ദുആനെ എതിർക്കുന്ന ആളുകൾ അവരുടെ മുൻഗാമികളുടെ ചരിത്രം അറിയാതെ എതിർക്കുകയാണ്. ഞാൻ സലഫി നേരത്തെ പറഞ്ഞ സുന്നികളെ പറ്റിയാണ്, ഇവിടെ ആരും വിമർശിക്കല്ല കേട്ടോ, മിതത്വത്തിലേക്ക് വരാൻ വേണ്ടി പറയാണ്. സലഫി സഹോദരങ്ങളുടെ ഇമാമുമാർ പറഞ്ഞെന്താണെന്നറിയാം, നിസ്കാരത്തിന് ശേഷം ദുആയേ ഇല്ലെന്നാണ്. നിസ്കാരത്തിന് ശേഷം ദുആയേ ഇല്ല. നബിതങ്ങൾ ദുബുറസ് സലവാത്ത് എന്ന് പറഞ്ഞത് നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ദുആ ചെയ്യാനാണ്. അഥവാ അത്തഹിയാത്തിൽ നിന്നും സലാം വീട്ടുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങൾ ദുആ ചെയ്യാം. നമസ്കാരത്തിലാണ് നമ്മൾ അള്ളാഹുയുടെ ഏറ്റവും അടുത്തുള്ളത്. ആ സമയത്ത് ദുആ ചെയ്യാതെ എന്തിന് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം? അഥവാ ഒറ്റക്കുള്ള ദുആയെപ്പറ്റി അത് ഇല്ല, മറിച്ച് നമസ്കാരത്തിൻ്റെ ഉള്ളിൽ ദുആ ചെയ്യണം എന്നാണ് ആദ്യകാലത്തുള്ള പല സലഫി പണ്ഡിതന്മാരും എഴുതിയിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം അടക്കം, ഇന്നുള്ള ഇബ്നു ഉസൈമീൻ അടക്കം പലരും. എന്നാൽ അവർ നമ്മൾ ഈ പറഞ്ഞ നിർവചന പ്രകാരം വിഷയങ്ങളെ സമീപിച്ചു. അവർ പറഞ്ഞു, അല്ല, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഹദീസുകളിൽ കാണാം. ചില സന്ദർഭങ്ങളിൽ നിബിധങ്ങൾ ചില ദുആയുടെ വചനങ്ങൾ പറഞ്ഞു, ചില ദുആയുടെ വചനങ്ങൾ ഉറക്കെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ സഹാബികൾ കേട്ടത്. അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ദുആ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി. പിന്നെ പറഞ്ഞു, അബ്ദുറഹ്മാൻ മുബാറക്പൂരി എഴുതി, നമസ്കാരത്തിൻ്റെ മര്യാദകൾ, ദുആയുടെ മര്യാദകൾ വിവരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, കൈ പൊന്തിക്കുന്നത്, കൈ പൊന്തിച്ചാൽ അല്ലാഹുവിൽ അതിനെ തടയുകയില്ല, ഒന്നും കൊടുക്കാതെ വെറുതെ ആക്കുകയില്ല. അപ്പം കൈ പൊന്തിക്കൽ ദുആയുടെ ആദാബിൽപ്പെട്ടതാണ്, അതും നമുക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ഒരാൾക്ക് കൈ പൊന്തിച്ച് ഒറ്റക്ക് ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് വന്നു എന്നാണ്. അപ്പം ഇത് വന്നത് തന്നെ പൊതുവായ അനുവാദങ്ങളുടെ കീഴിലാണ്. ഇതേ രീതിയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം, ഇത്രയും പറഞ്ഞതിൻ്റെ ബാക്കി ദുആയുടെ പൊതുവായ അനുവാദങ്ങളിൽ കൂട്ടത്തിൽ ചെയ്യാൻ അനുവാദമുണ്ട്. ഖുർആനിൽ തന്നെ കാണാം, മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. സൂറത്ത് യൂനുസിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, ഫിർഔന് നീ സമ്പത്ത് കൊടുത്തു, അധികാരം കൊടുത്തു, ഫിർഔൻ ആളുകളെ വഴിതെറ്റിച്ച് കളയുന്നു, ഫിർഔൻ്റെ സമ്പാദ്യമെല്ലാം നീ നശിപ്പിച്ച് കളയണേ, ഒരു ശിക്ഷ കാണാതെ അവൻ വിശ്വസിക്കുകയില്ല എന്ന് മൂസാ നബി ദുആ ചെയ്തു. അള്ളാഹു പറയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദുആ ചെയ്തത് ഒരാളാണ്, അള്ളാഹു മറുപടി കൊടുത്തത് രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരാൾ ദുആ ചെയ്യാം, അടുത്ത ആൾ ആമീൻ പറയുന്നത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ സ്ഥിരപ്പെട്ട ആ അനുവാദം ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിച്ചാൽ തെറ്റില്ല. അപ്പോൾ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ കൂട്ടത്തിൽ ചെയ്താൽ പൊതുവായ അനുവാദത്തിന് കീഴിൽ വരുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രശ്നം രണ്ട് സ്ഥലത്തും വരും. കൂട്ടത്തിൽ ദുആ ചെയ്യുന്ന സുന്നികൾ പറയാണ് ഉറക്കെ ചെയ്യലാണ് സുന്നത്ത്. അവർക്ക് മതിയായില്ല. സുന്നത്ത് എന്ന് മാത്രമല്ല, അഹ്ലു സുന്ന ഉറക്കുക ചെയ്യാം, അതും പോരാ, ഉറക്കെ ദുആ ചെയ്യാതെ പോകുന്നവരൊക്കെ പുത്തൻവാദികളാണ്. ഇനിയാണ് കാര്യങ്ങൾ വഷളാകുന്നത്. ചെയ്തു എന്നതിൻ്റെ പേരിൽ തെറ്റല്ല. ഒരാൾ ചെയ്തു, എപ്പോഴെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ സ്ഥിരമായിട്ട് ചെയ്തു, പക്ഷേ അയാൾക്ക് നിർബന്ധ ബുദ്ധിയില്ല. ഇമാമുകളെ തടഞ്ഞു നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. ഏതർത്ഥത്തിൽ? നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ട ദുആ നിർബന്ധ ബുദ്ധിയോട് കൂടെ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഇമാം ഷാത്തിബിയുടെ കാലത്ത് വലിയ പ്രശ്നമായിരുന്നു സ്പെയിനിൽ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. ബിദ്അത്തിനെതിരെ പടവെട്ടിയ ഇമാമാണ് ഇമാം ഷാത്തിബി. മുഴുവൻ സലഫികളും ബിദ്അത്തിൻ്റെ നിർവചനം പറയാൻ ഉപയോഗിക്കുന്നത് ഇമാം ഷാത്തിബിയുടെ കിതാബാണ്. ആ ഇമാം ഷാത്തിബി അൽ ഇഅ്തിസാമിൽ എഴുതി, നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നിർബന്ധ ബുദ്ധി ബിദ്അത്താണ്. മക്കയിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസ് ഇന്ത്യയിൽ വന്നു, ദൈവബന്ദിൽ വന്നു, ഒരു ജുമാ നമസ്കരിച്ചു. ഡൽഹിയിൽ വന്നു, രാംലീല മൈതാനിൽ ഒരു മഗ്രിബ് നമസ്കരിച്ചു.
പാകിസ്ഥാനിൽ ചെന്ന് മുഷറഫിൻ്റെ പാലസിൽ ഒരു ലുഹർ നമസ്കരിച്ചു. ഈ പറയുന്ന അധിക സ്ഥലങ്ങൾ അദ്ദേഹം ദുആ ചെയ്തു. നിസ്കാരത്തിന് ശേഷം ഉറക്കെ ദുആ ചെയ്തു, ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ആശയത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടല്ല, മക്കയെന്ന് ചെയ്യാത്ത ആൾ ഇവിടുന്ന് എന്തിനു ചെയ്തു, നിങ്ങൾ അഴകുഴമ്പൻ ആശയമാണോ? അല്ല, അദ്ദേഹത്തിന് ആ അമലിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. അത് ഏത് തരത്തിൽ പാടുണ്ട്, ഏത് തരത്തിൽ പാടില്ല. ഇന്ത്യയിൽ അദ്ദേഹം എപ്പോഴെങ്കിലുമാണ് വരുന്നത്, ഈ സദസ്സ് എപ്പോഴെങ്കിലുമാണ് കിട്ടുന്നത്, ഇതൊരവസരമാണ്, ചെയ്തു ആമീൻ പറഞ്ഞെന്ന് കരുതി പ്രശ്നമില്ല. ആ രീതിയിലാണ് ആ വിഷയങ്ങളെ ഈ പറയുന്ന ഇമാമുകൾ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നബിതങ്ങളുടെ മാതൃക ഉണ്ടോ, പ്രത്യേകം മാതൃക ഉണ്ടോ? ആരെങ്കിലും നബിതങ്ങൾ എല്ലാ വക്തിനും ദുആ ചെയ്യുകയും സഹാബികൾ ആമീൻ പറയുകയും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നബിതങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സ്ഥിരമായിട്ട് കൈ പൊന്തിച്ച് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്തു എന്ന് പോലും സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഒരു കാര്യം സുന്നത്താകാൻ അല്ലെങ്കിൽ ഒരു കാര്യം ബിദ്അത്താകാതിരിക്കാൻ നബിതങ്ങളുടെ പ്രത്യേകമായ അധ്യാപനമോ പൊതുവായ അധ്യാപനമോ വന്നാൽ മതി. അപ്പോൾ പൊതുവായ അധ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുആയുടെ മര്യാദകളിൽ കൈബന്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പൊതുവായ അനുവാദങ്ങളുടെ കൂട്ടത്തിൽ ദുആ ചെയ്യാമെന്ന് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അനുവാദമുള്ള കാര്യമാണ്. ഇനി ആരെങ്കിലും ഇതാണ് സുന്നത്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ പറയുന്നതിൻ്റെ പേരിൽ ആ വ്യക്തി ചെയ്യുന്നത് ബിദ്അത്തായിട്ട് മാറും. അപ്പം ഇത് കാര്യങ്ങളെ സമീപിക്കുന്ന രീതി മനസ്സിലാകുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൻ്റെ ദുആനെ പറ്റി ഒരു 20 മിനിറ്റുള്ളൊരു ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഉടനെ ഇറക്കാം. പറഞ്ഞാൽ രസകരമാണ്. സുന്നികളുടെ ഇമാമുകൾ പറയുന്നത് പതുക്കെ ചെയ്യണമെന്നാണ്, സലഫികളുടെ ഇമാമുകൾ പറയുന്നത് ദിക്ർ ഉറക്കെ ചെയ്യണമെന്നാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും തസ്ബീഹും ഉറക്കെ ചെയ്യണം, ഉറക്കെ ചെല്ലണം. ആളുകൾ ഈ സുന്നത്ത് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സൗദിയിൽ നിന്ന് ഒരുപാട് ഫത്വ ഉണ്ട്. ഇത് വിവരിക്കുമ്പോഴാണ് സംഗതി എവിടെയുള്ളതെന്നുള്ള മനസ്സിലാകാം. അപ്പം ഇൻഷാ അല്ലാഹ് അത് വേറെ സമയത്ത് വിവരിക്കാം. എന്താണെങ്കിലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം നവവി, ഇനി ദർസുകളിലൊക്കെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന മഹല്ലിയുടെ അടിക്കുറിപ്പ് ഹാഷിയത്തുൽ ഖല്യൂബി, അനേകം കിതാബുകളിൽ കാണാം നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ദുആയും പതുക്കെ ചെയ്യലാണ് സുന്നത്ത്. പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കെ ചെയ്യാം. അപൂർവം ചില ആളുകൾ പറഞ്ഞു ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കെ ചെയ്യാം. അപ്പോഴും പതുക്കെ ചെയ്യലാണ് സുന്നത്ത് എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ പൊതുവായ അനുവാദങ്ങൾ വെച്ചുകൊണ്ട് ചെയ്താൽ അത് ബിദ്അത്താണ് എന്ന് പറയാൻ വകുപ്പില്ല. ഇമാം ഷാത്തിബിയുടെ കാലത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹം നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് എതിരായിട്ടും പലരും അത് വേണമെന്ന് ശക്തിയായിട്ട് വാദിച്ചിട്ടും അദ്ദേഹം വാക്കുകളെ സൂക്ഷിച്ചുപയോഗിച്ചു. നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്താൽ അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഇനി വേറെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. നിർബന്ധ ബുദ്ധി ഏതിനാണ് പറയാം? ഒരാൾ നിർബന്ധ ബുദ്ധി കാണിച്ചോ ഇല്ലെന്ന് എങ്ങനെയാണ് പറയാം? ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു എന്ന് കരുതാം. സ്ഥിരമായിട്ട് ചെയ്തു എന്നത് നിർബന്ധ ബുദ്ധിക്ക് എപ്പോഴും തെളിവാക്കാൻ കഴിയില്ല. നിർബന്ധ ബുദ്ധിയുള്ള ആൾ സ്ഥിരമായിട്ട് ചെയ്യും, മുടക്കൂല. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാവരും നിർബന്ധ ബുദ്ധിക്കാരാണെന്ന് പറയാൻ കഴിയില്ല. അതും ഇമാം ഷാത്തിബി വിവരിക്കുന്നുണ്ട്. ഒരാൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാണ്, ഒഴിവാക്കിയാൽ എന്താണ് അയാളുടെ സമീപനം? ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്നതാണ് സമീപനം എങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ആളാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതേപോലെ ഏതെങ്കിലും അമലിൽ ഒരു രീതി നമ്മൾ സ്വീകരിക്കുന്നു. നിക്കാഹിന് ശേഷം ബാറക്കല്ലാഹു ലക്കുമാ എന്ന് മാത്രം പറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ദുആ ചെയ്ത് വരുന്നു. ഇതിൽ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ ഖബറടക്കിയതിന് ശേഷം ഒരാൾ ദുആ ചെയ്തു, ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ദുആ ചെയ്തു. ഇതിൽ ഒരു രീതിയെപ്പറ്റിയും ഇതാണ് ചെയ്യേണ്ടത്, ഇതല്ലാത്ത രീതി ബിദ്അത്താണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന സമീപനം നമ്മൾ സ്വീകരിക്കരുത്. ഇതിനെയാണ് നിർബന്ധ ബുദ്ധി എന്ന് പറയാം. ഇമാം ഷാത്തിബി പറയാണ്, ചില മുൻഗാമികൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചു. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നത്, എപ്പോഴും നിസ്കരിക്കുന്നത്, വർഷങ്ങളോളം നിസ്കരിക്കുന്നത് നബിതങ്ങളുടെ ചര്യയില്ലാത്തതാണ്. പക്ഷേ അവർ ചെയ്തത് ശരിയാണ്. അദ്ദേഹം വിശദമായിട്ട് വിവരിക്കുകയാണ്. ഫലായിലെ അമാൽ വായിച്ച് കേട്ടവർ വിചാരിച്ച് ഫലായിലെ അമാലിലാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞതാണ്. സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങളുടെ വലിയ സംഘമുണ്ട്. ഇഷാ മുതൽ സുബഹി വരെ സുന്നത്ത് നമസ്കരിച്ചവർ, 40 വർഷം നമസ്കരിച്ചവർ. ഇതിനെ ശക്തിയായിട്ട് എതിർത്തു. കരുനാഗപ്പള്ളിയിൽ ചില ആളുകൾ പച്ച ഖുറാഫാത്ത് എഴുതി വെച്ചു, എന്തെല്ലാം എഴുതി വെച്ചു, രാത്രി മുതൽ രാവിലെ വരെ നിസ്കരിച്ചു എന്ന് എഴുതി വെച്ചു. അതേ ആൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രസംഗിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി മുതൽ നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ കരുനാഗപ്പള്ളി പറഞ്ഞ് അങ്ങനെ ആരും നിസ്കരിച്ചിട്ടില്ല? കാരണം എന്തായാലും സത്യം തനിയെ വായിന്ന് പുറത്തു വരുമല്ലോ. ഇദ്ദേഹം അതേ ആൾ അതേ നാവ് കൊണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ മുഴുവൻ ഒറ്റ റക്അത്തിൽ ഓതി, ഇഷാ മുതൽ സുബഹി വരെ നമസ്കരിച്ചു. ഇമാം ഷാത്തിബി പറയാണ്, നബിതങ്ങൾ
3 പേര് വന്ന് പറഞ്ഞപ്പം അവരോട് മിതത്വം കാണിക്കാൻ പറഞ്ഞു. സാധാരണ രീതിയിൽ അതാണ് ശരി, അതാണ് മാതൃക. ഇനി ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ ശരീരത്തോടോ തൻ്റെ ബന്ധുമിത്രാദികളോടോ കുടുംബത്തോടോ അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളോടോ ഒരു കുറവും വരുത്താതെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ദീനിൽ അനുവാദമുള്ള കാര്യമാണെന്ന് മാത്രമല്ല അത് നല്ലതുമാണ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കുറേ ദുആ ചെയ്യുകയും അവരെ പോലെ ആകാൻ വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ഇമാം ഷാത്തിബി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവരിതിൽ നിർബന്ധ ബുദ്ധി കാണിച്ചു എന്ന് പറയാൻ പറ്റുമോ? 40 കൊല്ലം ചെയ്തു, 50 കൊല്ലം ചെയ്തു. അപ്പോൾ സുന്നത്തല്ലാത്തൊരു കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിക്കരുതെന്ന് പറയുമ്പം ഇവരെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? അദ്ദേഹം തന്നെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല. കാരണം ഇവരിത് പതിവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആരെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ അവർക്കൊരാക്ഷേപവും ഇല്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അലാ ഫുസ്ഹത്തി തർക്ക്, ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാക്ഷേപവും ഇല്ല എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി ശരിയാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന പള്ളിയിൽ ഇന്ന ദിക്ർ നടത്തുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നില്ല, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ ഇന്ന കാര്യം നടക്കുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നതിൽ തീവ്രത വരുന്നത്, നിർബന്ധ ബുദ്ധി വരുന്നത് നമ്മളുടെ സമീപനത്തെ തെറ്റാക്കി തീർക്കുന്നുള്ളതാണ്. വിശാലതയുള്ള കാര്യത്തിൽ, പൊതുവായ അനുവാദമുള്ള കാര്യത്തിൽ പൊതുവായ അനുവാദം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.